ഇട്ട് കഴുത്ത് വലുതും ചെറുതും ആകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞു തന്നെ? സെൻറ്ററിൽ നിന്നും 1/4 ഇഞ്ച് മാറ്റി വലതുവശത്തേക്ക് പീസ് വലുതായിട്ട് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ ചെയ്തതിന് ശേഷം പടി പിടിപ്പിക്കുക. പടി പിടിപ്പിക്കുന്നതിന് ഉള്ള തുണി നമ്മുടെ കഴുത്ത് വെട്ടിയ പീസാണ്. ആ ഫ്രണ്ടും ബാക്കും കൂടെ ഒന്നിച്ച് കഴുത്ത് വെട്ടിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഇതിനുള്ള പടി പിടിപ്പിക്കാനുള്ള പീസ് കിട്ടത്തുള്ളൂ. അതിന് സമമായിട്ട് മടക്കിയിട്ട് ഷേപ്പ് ചെയ്ത് വെട്ടിയെടുക്കുക. സെൻറ്ററിൽ നിന്നും മുറിച്ച് 2 പീസാക്കി എടുത്തതിന് ശേഷം ഇടത് കൈയുടെ വശത്ത് വരുന്ന ഭാഗത്ത് അകത്തു നിന്നും താഴത്തു നിന്നും മുകളിലേക്ക് ഹുക്കിൻ്റെ ഹോള് വയ്ക്കുന്ന പടി പിടിപ്പിക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്ത് താഴെയായിട്ട് വേണം പടി പിടിപ്പിക്കാൻ. അപ്പോൾ ഒരു നല്ല വശവും പിടിപ്പിക്കുന്ന പീസിൻ്റെ നല്ല വശവും ചീത്ത വശത്തേക്ക് ചേർന്ന്, അതായത് യോക്ക് പീസിൻ്റെ ചീത്ത വശത്തേക്ക് പിടിപ്പിക്കുന്ന പീസിൻ്റെ നല്ല വശം ചേർന്നിരിക്കണം. ഓക്കെ ആണോ? ഇതിനെ ഇങ്ങനെ എടുത്തതിന് ശേഷം പകുതി ഭാഗം ഉള്ളിലേക്ക് മടക്കി വെച്ച് ഹോളടിക്കുക. നൈറ്റി പീസ് ആയതുകൊണ്ട് ഇതിന് 2 ഹോള് മതി. അപ്പോൾ താഴത്തു നിന്നും 1 ഇഞ്ച് മുകളിലേക്ക് അടിച്ച് മാറ്റി 1 ഹോളടിക്കുക. കഴുത്തിൻ്റെ മുകൾ വശത്ത് 1/2 ഇഞ്ച് താഴ്ത്തി അടുത്ത ഹോളടിക്കുക. മനസ്സിലായോ? ഇനി വലതുവശത്ത് ഈ പീസിനെ 2ആയിട്ട് മടക്കി നല്ല വശവും ചേർന്നിരിക്കുന്ന രീതിയിൽ പീസിൻ്റെ നല്ല വശത്ത് വെച്ച് പടിയെടുക്കുക. മുകളിൽ നിന്ന് താഴോട്ട്, അത് താഴത്തു നിന്ന് മുകളിലോട്ട്, ഇത് മുകളിൽ നിന്ന് താഴോട്ട്. ഇങ്ങനെ അടിച്ചതിന് ശേഷം ഈ പീസിനെ നിവർത്തി തയ്യൽ തുമ്പ് പിടിപ്പിച്ച പീസിൻ്റെ താഴെ വരുന്ന രീതിയിൽ പതിച്ചടിക്കുക. എന്നിട്ട് ഈ പീസിനെ മുഴുവനും ഉള്ളിലേക്ക് മടക്കി ഹോളടിച്ച പടിയുടെ മുകളിലേക്ക് ഹുക്ക് വരുന്ന പടിയെ വെച്ച് ഒന്നിൻ്റെ പുറത്ത് ഒന്ന് കയറ്റി വെച്ച് ഇതിന് ജോയിൻ ചെയ്യും. മനസ്സിലായോ? കണ്ടോ? ഇങ്ങനെ നല്ല വശത്തിട്ട് തന്നെ അടിക്കുന്നു. അതിനുശേഷം ബാക്ക് പീസ് ഫ്രണ്ട് പീസുമായിട്ട് ജോയിൻ ചെയ്യുക. ഇവിടെ നിന്ന് 1/2 ഇഞ്ച് താഴ്ത്തി കഴുത്തിൻ്റെ വശത്തേക്ക് ഒരല്പം ചരിച്ച് 2 അടി. ഇത് സ്റ്റിഫ് വെക്കാണ്ടല്ലേ തയ്ക്കുന്നത്? അപ്പം മറ്റേ അടിച്ചു മുടിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് ക്രോസ് പീസ് വെച്ചടിക്കുന്നത് ആദ്യം കാണിക്കുന്നത്.
ഉണ്ടോ? ഇനി കഴുത്തിന് വെക്കാനുള്ള പീസ് ഇതിന് ഇങ്ങനെ നിങ്ങൾക്ക് നൈറ്റി പീസ് എടുക്കുമ്പോൾ ഇത്രയേ കിട്ടത്തുള്ളൂ. കുഞ്ഞു കുഞ്ഞു പീസായിരിക്കും. ഇത് കോണോട് കോൺ വെട്ടിയെടുക്കണം. കഴുത്ത് യു ആയിട്ട് ഷേപ്പായിട്ട് വരുന്നത് കൊണ്ട് തുണി വലിയുന്ന രീതിയിലാണെങ്കിൽ മാത്രമേ നമുക്ക് കഴുത്ത് നീറ്റായിട്ട് കിട്ടത്തുള്ളൂ. നേരെയുള്ള പീസ് വെച്ചാൽ കഴുത്തിൻ്റെ ഭാഗത്ത് വളഞ്ഞു വരത്തില്ല. അതേസമയം ക്രോസ് പീസായിട്ട് വെട്ടുവാണെങ്കിൽ തുണി വലിയും. കണ്ടോ? വലിയും. ഇങ്ങനെയുള്ള പീസ് വലിയത്തില്ല. നേരെയുള്ള ഇങ്ങനെയുള്ള പീസ് വലിയത്തില്ല. ഇങ്ങനെയുള്ള പീസ് വലിയും. അപ്പോൾ ഷേപ്പ് വരുന്ന ഭാഗത്ത് നമ്മൾ ക്രോസ് പീസ് വെച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് കഴുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ ഒരു ചരിഞ്ഞ വശവും ഒരു നേരെയുള്ള വശവും വെച്ചാണ് പണ്ടുള്ള ടീച്ചേഴ്സൊക്കെ പഠിപ്പിച്ചു തരുന്നത്. അത് പഠിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതെന്താണെന്ന് വെച്ചാൽ അതിപ്പം ചെയ്ത് ഞാൻ കാണിച്ചു തരാം എന്താണ് അതിൻ്റെ വ്യത്യാസം. 4 4 8 4 12. ഇതുണ്ടോ? സാധാരണ ബോസ് പീസ് ജോയിൻ ചെയ്യുന്നത് ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ഇതിനെ ഇങ്ങനെ വെക്കും. കണ്ടോ? ഇങ്ങനെ വെച്ചാലാണ് ഇത് നേരെ വരുന്നത്. അപ്പോൾ അടിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോ, ഇങ്ങനെ വെച്ചാണ് ഇത് ജോയിൻ ചെയ്യുന്നത്. ഇങ്ങനെ അടിക്കുമ്പോൾ നിങ്ങൾ ആദ്യമേ അടിക്കുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും. അതിനാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ആ ക്രോസായിട്ട് വെട്ടിയിട്ട് അതിനെ നേരെ അങ്ങ് കട്ട് ചെയ്യുക. നേരെ കട്ട് ചെയ്തിട്ട് അടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. എല്ലാ രീതിയിലും കഴുത്തടിക്കാൻ പഠിക്കണ്ടേ? അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. മറ്റേനേക്കാളും തുണി ലാഭം ഇതല്ലേ? തുണി ലാഭം ഇതാ. ബ്ലൗസിന് ഇങ്ങനെ അടിക്കുന്നത്. പിന്നെ എന്തിനാ അങ്ങനെ അടിക്കുന്നത് മറ്റേ രീതിയിൽ? ഏതാ? കഴുത്തിൻ്റെ ഫിനിഷിങ് അത്. ഇഷ്ടമുള്ള മോഡൽ കഴുത്ത് വെട്ടാനും തയ്ക്കാനും സ്റ്റിപ്പാണ് സൗകര്യം. മറ്റേ നമ്മൾ തുണി കൂടെ എടുത്തോളൂ. ഷേപ്പ് വെട്ടി തയ്ക്കുന്നില്ലേ? ഇപ്പൊ റൗണ്ട് മാത്രമേ ഇങ്ങനെ ചെയ്യത്തുള്ളൂ. റൗണ്ടേ ചെയ്യത്തുള്ളൂ.
ഉം. ഇതിൻ്റെ ഒരു വശം മടക്കിയിരിക്കണം. ഒരു വശം മടക്കിയിരിക്കുകയോ സമമായിട്ട് ഇങ്ങനെ വെച്ചടിക്കുകയോ അത് എങ്ങനെ വേണേലും ചെയ്യാം. അങ്ങനെ സമമായിട്ട് അടിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ മിസ്സേ? ഉം. ഇതുണ്ടോ, ഇങ്ങനെ വെച്ച് തുമ്പകത്തേക്ക് മടക്കി വെച്ച്, കണ്ടോ, കാണാവോ? ഒന്നുകൂടെ കാണിക്കുമോ മിസ്സേ? ഇത് ഇങ്ങനെ ഇത് സമം മടക്കുക. ഇത് ഓരോ പീസും വരുമ്പോൾ ഈ തയ്യൽ തുമ്പ് നിവർത്തി കൊടുത്ത് വേണം ഇങ്ങനെ മടക്കാൻ, അല്ലെങ്കിൽ കട്ടി കൂടിപ്പോവും. എന്നിട്ട് ഇതിങ്ങനെ വെച്ചുകൊണ്ട് ഈ തുമ്പ് ഈ പീസിൻ്റെ അടിയിലേക്ക് മടക്കി കൊടുക്കുക. ഇതിനെ ഇങ്ങനെ വെച്ചടിക്കുക. ഈ ഓരോ തുമ്പും നിവർത്തി മടക്കി കൊടുക്കണം. വലിക്കരുത്. കഴുത്തൊരു കാര്യം അടിക്കുമ്പോൾ നമ്മൾ വലിക്കാൻ പാടില്ല. ഏത് കഴുത്താണെങ്കിലും ഏത് കഴുത്താണെങ്കിലും ഈ തുമ്പ് നിവർത്തി കൊടുത്തില്ലേ കട്ടി കൂടിയിട്ട് സാധാരണ മെഷീനാണെങ്കിൽ സൂചി ഒടിയാനുള്ള സാധ്യതയുണ്ട്. ഈ ഷോൾഡർ ബാക്ക് പീസിൽ വരണം. ഏത് ഡ്രസ്സ് നിങ്ങൾ തയ്ച്ചാലും ഈ ഷോൾഡറിൻ്റെ ജോയിൻറ്റ് ബാക്ക് പീസിലേക്ക് വരണം. അത് ചുരിദാർ ആയാലും ശരി, നൈറ്റി ആയാലും ശരി, ബ്ലൗസ് ആയാലും ഏത് ഡ്രസ്സാണെങ്കിലും. ആ, ഈ തോളിൻ്റെ ജോയിൻ്റ് ഇല്ലേ, ഇത് ബാക്ക് പീസിലോട്ടിരിക്കണം. ഇവിടെ വരെ ആദ്യം മുമ്പ് ഞാൻ കഴിഞ്ഞെന്ന് വെച്ച് അടിച്ചത് കഴിഞ്ഞില്ലായിരുന്നു. ജോയിൻ്റെ അഴിച്ചു കിട്ടും, കഴുത്ത് തീർന്നെന്നുണ്ട്. തയ്യൽ തുമ്പ് എവിടെ വരണം? ബാക്കിലേക്ക്.